എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം, ശുഭദിനം ആശംസിക്കുന്നു. അതോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിന്ന് 13-ാം ദശകം, അതായത് ഹിരണ്യാക്ഷ വധമാണ് നോക്കുന്നത്. ശിഖരണി വൃത്തത്തിൽ എഴുതിയിരിക്കുന്ന ഈ ദശകത്തിൽ ഹിരണ്യാക്ഷ വധം ആണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഓം നമോ നാരായണായ. ഹരേ ശ്രീ വാഹി മാം വാഹി. 1-ാം ദശകത്തിൽ ഹിരണ്യാക്ഷനുമായി ഈ ക്രീഡാവരാഹമൂർത്തിയായ ഭഗവാൻ യുദ്ധം ചെയ്തതും ഹിരണ്യാക്ഷവധവും മഹർഷിമാരുടെ സ്തുതിയുമാണുള്ളത്. അപ്പോഴേക്കും അങ്ങയുടെ ഭക്തനും നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ്. ഇന്ന് 1-ാമത്തെ ശ്ലോകം നോക്കാം. 13-ാം ദശകം, ശ്ലോകം 1. ഹിരണ്യാക്ഷം താവദ്വരദ ഭവദന്വേഷണപരം ചരന്തം സംവർത്തെ വയസി നിജജംഘാ പരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനിഃ ശനൈരൂചേ നന്ദന്തനുജമമിനിന്ദം സ്ഥവബലം. ഹിരണ്യാക്ഷം താവദ്വരദ ഭവദന്വേഷണപരം ചരന്തം സാംവർത്തെ പയസി നിജജംഘാ പരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനിഃ ശനൈരൂചേ നന്ദന്തനുജമപി നിന്ദം സ്ഥവബലം. താവത് ഭവദ്ഭക്തഃ കപടപടുധീഃ നാരദമുനിഃ വരദ ഭവദന്വേഷണപരം നിജജംഘാപരിമിതേ സാംവർത്തെ പയസി ചരന്തം ഹിരണ്യാക്ഷം ഗത്വാ ധനുജം നന്ദൻ തവ ബലം നിന്ദൻ അപി ശനൈഃ ഊജേ. ഇവിടെ നമുക്ക് നോക്കാം, ഹിരണ്യാക്ഷനുമായിട്ട് ഈ വരാഹമൂർത്തി ആയ ഭഗവാൻ യുദ്ധം ചെയ്തതും ഹിരണ്യാക്ഷവധവുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. താവത് ഭവത് ഭക്തഃ, അവിടുത്തെ ഭക്തനായ അങ്ങയുടെ ഭക്തനും കാപട്യത്തിന് മിടുക്കുറ്റ ബുദ്ധിയുള്ളവനുമായ ശ്രീ ശകലാത്യന്ത കുറച്ച് ഏഷണയും കുശുമ്പൊക്കെ അവിടെ നിന്ന് ഇവിടുന്നുമൊക്കെ ഈ കുട്ടിക്കുളത്തൊക്കെ ഉള്ള കൂട്ടത്തിലാണ് അല്ലേ നാരദ മഹർഷിയെ നമ്മൾ അറിയപ്പെടുന്നത്. വളരെ രസകരമായ രീതിയിൽ അവിടെ ഇവിടെ ചെന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരുടെ മനസ്സിൽ ഒരു ശകലം കന്മഷം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നാരദ മഹർഷി മിടുക്കനാണ്. അതാണ് കാപട്യത്തിന് മിടുക്കുറ്റ ബുദ്ധിയുള്ളവനെന്ന് പറഞ്ഞിരിക്കുന്നത്. കപടവടുധീ നാരദമുനിഹി, വരദ വരത്തെ കൊടുക്കുന്നവനായ ഭഗവാനെ, ആ വരദാതായുള്ളവനെ, ഭവദന്വേഷണപരം അങ്ങനെ അങ്ങയെ തിരിഞ്ഞു പിടിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നിജജംഘാപരിമിതേ, തൻ്റെ കണങ്കാലോളം മാത്രം എത്തുന്നതായ സാംവർത്തേ വയസി ചരന്തം, പ്രളയജലത്തിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നവനുമായ ഹിരണ്യാക്ഷനെ പ്രാപിച്ചിട്ട് ഹിരണ്യാക്ഷം ഗത്വാ, ഹിരണ്യാക്ഷം താവത് വരദ ഭവദന്വേഷണപരം. ഹിരണ്യാക്ഷൻ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആ വരുണൻ്റെ വായിൽ നിന്ന് തനിക്കൊത്ത എതിരാളി ഭഗവാനാണെന്ന് മനസ്സിലാക്കി ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഹിരണ്യാക്ഷനും വളരെ വളർന്ന വലിയ ശരീരത്തോട് കൂടിയവനാണ്. അതുകൊണ്ടാണ് നിജജംഘാപരിമിത എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സമുദ്രത്തിൽ തൻ്റെ കണങ്കാലോളം മാത്രമേ വെള്ളമുള്ളൂ. ആ പ്രളയജലത്തിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നവനുമായ ഹിരണ്യാക്ഷനെ പ്രാപിച്ചു. അതായത് എന്ന് പറഞ്ഞാൽ ഹിരണ്യാക്ഷം ഗത്വ, ഹിരണ്യാക്ഷൻ്റെ അടുത്ത് ചെന്നിട്ട് എന്നാണ് അർത്ഥം. ധനുജം നന്ദൻ തവ ബലം. അപ്പോൾ ആ ധനുജൻ അസുരൻ അല്ലേ, അസുരനെ ശ്ലാഘിച്ചുകൊണ്ടും, ആ അസുരനെ ഇങ്ങനെ ശ്ലാഘിക്കുക എന്ന് പറഞ്ഞാൽ പുകഴ്ത്തിക്കൊണ്ടും, തവ ബലം നിന്ദൻ, അവിടുത്തെ ബലത്തെ നിന്ദിച്ചുകൊണ്ടും, അവിടുത്തെ ശക്തിയെ നിന്ദിച്ചുകൊണ്ടും, ശനൈഹി ഊജേ, പതുക്കെ പറഞ്ഞു, ആരും കേൾക്കാതെ ആയിരിക്കും പറഞ്ഞത് അല്ലേ. ശനൈഹി ഉറക്കെ പറയാൻ ധൈര്യം ഉണ്ടായി കാണില്ല. അപ്പോൾ അവിടെ നോക്കുക, താവത് ഭവത് ഭക്തൻ, ഈ നാരദൻ എപ്പോഴും നാരായണ നാരായണ എന്നല്ലേ ജപിക്കുന്നത്. അവിടുത്തെ ഭക്തനായ, അതുപോലെ തന്നെ കാപട്യത്തിന് മിടുക്കുറ്റ ബുദ്ധിയുള്ളവനുമായ ഈ നാരദ മഹർഷി ആ വരദാതാവായുള്ളവനെ അങ്ങയെ തിരിഞ്ഞു പിടിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നവനും തൻ്റെ കണങ്കാലോളം മാത്രം എത്തുന്നതായ പ്രളയജലത്തിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നവനുമായ ആ ഹിരണ്യാക്ഷൻ്റെ അടുത്ത് ചെന്നിട്ട് ആ അസുരനെ പുകഴ്ത്തിയും അവിടുത്തെ ശക്തിയെ ഇകഴ്ത്തിയും പതുക്കെ ശനൈഹി ഊജേ, പതുക്കെ സാവകാശമായി പറഞ്ഞു എന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗതിതഃ
നദൻ ക്വാസൗ ക്വാസാവിധി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപദ്ധരണിധരമുദന്ത്യന്തമുദഗാദ സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗതിതഃ നദൻ ക്വാസൗ ക്വാസാവിധി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപദ്ധരണിധരമുദ്യന്തമുദഗാദ സഹ മായാവി വിഷ്ണുഃ ഭവദീയാം വസുമതിം ഹരതി പ്രഭോ കഷ്ടം കഷ്ടം ഇദം കിം ഇതി തേന അഭിഗതിതഃ സഹ ക്വ അസൗ ഇതി നദൻ മുനിനാ ദർശിതപഥഃ ധരണിധരം ഉദഗാദ ഉദ്യന്തം ഭവന്തം സംപ്രാപത്. ഇവിടെ മായാവിയായ ആ വിഷ്ണു ഭഗവാനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. സ്വതവേ മായാവിയാണ് വിഷ്ണു ഭഗവാൻ അല്ലേ? ഇവിടെയും ആ മായയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സമായാവി വിഷ്ണുർഹരതി, വിഷ്ണുഹു ഹരതി ഭവദീയാം വസുമതിയും, അതായത് അവിടുത്തെ മായാവിയായ വിഷ്ണു ഭഗവാന്റെ ആ ഭൂമിയെ, അവിടുത്തെ പ്രിയപത്നിയായ ഭൂമിയെ ഇതാ തട്ടിക്കൊണ്ടുപോകുന്നു. ഭവദീയാം, ഭവാന്റെ സ്വന്തമായ ആ ഭൂമി ദേവിയെ ഹരതി മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്, തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. പ്രഭോ കഷ്ടം കഷ്ടം ഇതം, ഇങ്ങനെ കിമിതം കിം ഇതം കഷ്ടം ഇതി തേന അഭിഗതിതഃ. ഇവിടെ കഷ്ടം കഷ്ടം ഇതി തേന അഭിഗതിതഃ എന്നിങ്ങനെ അദ്ദേഹം അസുരനെ നോക്കി പറഞ്ഞു. അസുരനെ നോക്കിയിട്ടാണ് പറഞ്ഞത്, സ്വാമിൻ മഹാകഷ്ടം തന്നെ, ഇതെന്ത് ഇങ്ങനെ സംഭവിച്ചുകൂടാൻ പാടില്ലാത്തതാകുന്നു എന്ന്. സംഭവിച്ചുകൂടാത്തതാകുന്നു എന്ന് പറഞ്ഞാൽ ഇത് അസംഭവ്യമായിരുന്നു. അവിടുന്ന് മഹാശക്തിശാലിയാണ്. അവിടുത്തെ പ്രിയപത്നിയെ മോഷ്ടിച്ചു കൊണ്ടുപോവുക, തട്ടിക്കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ഇത് അസംഭവ്യം തന്നെ ആയിരുന്നു. പക്ഷേ സംഭവിച്ചു ഇല്ലേ? പ്രഭോ കഷ്ടം കഷ്ടം ഇതം കിം ഇതി തേന അഭിഗതിതഃ എന്ന് പറഞ്ഞു. അദ്ദേഹം നാരദ മഹർഷിയാണിത് അസുരനെ നോക്കിയിട്ട് ഈ ഭഗവാനോട് പറയുകയാണ്. അപ്പോൾ സഹ ക്വ അസൗ, ആ ഹിരണ്യാക്ഷൻ എവിടെ അവൻ എന്ന് ഗർജിച്ചുകൊണ്ട്, ഇതി നദൻ ഇപ്രകാരം ഗർജിച്ചുകൊണ്ട്, മുനിനാ ദർശിതപഥഃ, മുനിയാൽ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ, പഥം വഴിയാണ്, ദർശിതപഥഃ മുനിയാൽ ആ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വഴിയിലൂടെ, ധരണിധരം ഉദഗാദുദ്യന്തം ഭൂമിയെ തേറ്റമേലേറ്റിക്കൊണ്ട് പ്രളയജലത്തിൽ നിന്ന് കയറി വരുന്ന ധരണിധരം, ഭൂമിയെ ധരിച്ചുകൊണ്ട്, ഉദഗാദ് ആ ഭൂമിയിൽ ആ ജലത്തിൽ നിന്ന് കയറി വരുന്ന, ഉദ്യന്തം ഭവന്തം കയറി വരുന്ന അങ്ങയെ കണ്ടെത്തി. സംപ്രാപിച്ചു എന്ന് പറഞ്ഞാൽ കണ്ടെത്തി എന്ന് അർത്ഥം. നമുക്ക് ഇവിടെ നോക്കാം. ആ മായാവിയായ വിഷ്ണു ഇവിടെ അങ്ങയുടേതായ ഭൂമിയെ തട്ടിക്കൊണ്ടുപോകുന്നു. ഭവദീയാം വസുമതിയും ഹരതിഹി, സ്വാമിൻ മഹാകഷ്ടം തന്നെ ഇതെന്ത്, ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ട്, ഇങ്ങനെ സംഭവിച്ചു കൂടാത്തതാകുന്നു എന്നിങ്ങനെ ആ നാരദ മഹർഷി അസുരനെ നോക്കി പറഞ്ഞു. അപ്പോൾ ആ ഹിരണ്യാക്ഷൻ എവിടെ അവൻ എന്ന്, അതായത് ഭഗവാൻ എവിടെയെന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദശകത്തിൽ ഭഗവാനെ അന്വേഷിച്ച് തനിക്കൊത്ത എതിരാളിയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇതുവരെ നേരിട്ട് കണ്ടില്ല. അതുകൊണ്ട് എവിടെ അവൻ എന്ന് ഗർജിച്ചുകൊണ്ട് ആ നാരദമുനി കാണിച്ചു കൊടുത്ത വഴിയിലൂടെ ഇങ്ങനെ നോക്കി അല്ലേ. അപ്പോൾ ഭൂമിയെ തോളിലല്ല തേറ്റമേലേറ്റിക്കൊണ്ടുവരുന്ന പ്രളയ ജലത്തിൽ നിന്ന് കയറി വരുന്ന അങ്ങയെ കണ്ടെത്തി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതിം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗതിതഃ നദൻ ക്വാസൗ ക്വാസാവിധി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപദ്ധരണിധരമുദ്യന്തമുദഗാദ. നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.